പ്രസിദ്ധമായ കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധത്തിലേക്ക്. ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനും എതിരെ ഈ മാസം 9-ന് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കും. ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നതാണ് ഭക്തജനങ്ങളുടെ പരാതി. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. അവിടെ നിലവിലുള്ള ആചാരപരമായ കാര്യങ്ങളിൽ ചില വ്യതിയാനങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പരാതി. എന്താണ് അവരുടെ പരാതി? ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു വിഷയത്തിലേക്ക് വരാൻ ഉണ്ടായൊരു സാഹചര്യം എന്താണ് ഗോകുൽ? വിനോദ്, ദേവിക, ഈ ആചാര ലംഘനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ഈ ദേവസ്വം ട്രസ്റ്റിയുടെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നത് എന്നാണ് ഭക്തജനങ്ങൾ പ്രധാനമായും പരാതി പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ നടക്കുമ്പോൾ ദേവസ്വം ബോർഡിനോ ദേവസ്വം ട്രസ്റ്റിക്കോ എന്നും ഈ ക്ഷേത്രത്തിന്റെ നവോത്ഥാനത്തിലോ നവീകരണത്തിലോ ഒന്നും താല്പര്യമില്ലാതെ മറ്റു പല ആവശ്യങ്ങൾക്കും ക്ഷേത്രഭൂമിയും സ്വത്തുക്കളും വകകളും ഒക്കെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അവർ പ്രധാനമായും മുന്നോട്ടേക്ക് വെക്കുന്നത്. നിരവധി തവണ ഇത്തരത്തിലുള്ള പല പരാതികൾ ഉയർന്നു വന്നിട്ടും അത് പരിഹരിക്കാനൊന്നും അവർ തയ്യാറാവുന്നില്ല. ക്ഷേത്രത്തിന് ഈ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന്റെ നവീകരണം അല്ലെങ്കിൽ ആളുകൾക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഏർപ്പാടാക്കാൻ ഈ ദേവസ്വം ട്രസ്റ്റിക്കും ദേവസ്വം ബോർഡിനും തയ്യാറാവുന്നില്ല. ആ കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമയം ചെലവഴിക്കുന്നില്ല എന്ന് പ്രധാനമായും ഭക്തർ മുന്നോട്ടേക്ക് നോക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഭൂമികളും വകകളും ഒക്കെ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും അത് ഉപയോഗിക്കാനും വേണ്ടിയാണ് ഈ ക്ഷേത്രവകകളും സ്വത്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള ഭക്തജനങ്ങൾ ചൂണ്ടിക്കാണുന്നു. ഈ ചെമ്പൈ സംഗീത മണ്ഡപം, നമുക്കറിയാം ചെമ്പൈ സംഗീത മണ്ഡപം ഒക്കെ വളരെ പ്രസിദ്ധമാണ് ലോകനാർക്കാവിലെ. അതൊക്കെ ഈ സംസ്ഥാന സർക്കാരിന്റെ പലതരത്തിലുള്ള പഞ്ചായത്തിന്റെ, വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ പലതരത്തിലുള്ള പൊതുയോഗങ്ങളും മറ്റും നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. ക്ഷേത്ര സംബന്ധമായ ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ ഈ സംഗീത അർച്ചനയ്ക്കോ മാത്രം ഉപയോഗിച്ചു വന്നിരുന്ന, കാലങ്ങളായി അതിന് മാത്രം ഉപയോഗിച്ചു വന്നിരുന്ന ആ വേദികളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് CITUവിന്റെ ഒക്കെ പല മെമ്പർഷിപ്പ് വിതരണമൊക്കെ ദേവസ്വം ജീവനക്കാരുടെ മെമ്പർഷിപ്പ് വിതരണത്തിലൊക്കെ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകവും ഇതിന്റെ നടപ്പന്തലുമൊക്കെ ഉപയോഗിക്കുന്നു എന്ന പരാതി പ്രധാനമായി മുന്നോട്ടേക്ക് വെക്കുന്നു. ബാലഗോകുലം പോലെയുള്ള സാംസ്കാരിക സംഘടനയുടെ പരിപാടികൾക്കും അതില്ലെങ്കിൽ അതിന്റെ ഫ്ലക്സ് ബോർഡുകൾക്കും ഒക്കെ വിലക്ക് ഏർപ്പെടുത്തുകയും CITUവിന്റെ മെമ്പർഷിപ്പ് പരിപാടികളൊക്കെ നടത്താൻ ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകം ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഭക്തജന വിരോധത്തിന് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകനാർക്കാവിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ ഇതുവരെ കണക്ക് അവതരിപ്പിക്കാത്തത് ഭക്തജന വിരോധത്തിന് കാരണമായിട്ടുണ്ട്. നിരവധി പരാതികളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ഞായറാഴ്ചകളിലൊക്കെ ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ട്രസ്റ്റി അംഗങ്ങളായിട്ടുള്ള ചില ആളുകൾ റെസീറ്റ് അച്ചടിച്ച് പണം കൈക്കലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഈ പ്രഭാതഭക്ഷ വിതരണമൊക്കെ ഉപയോഗിക്കുന്നത് ഭക്തജന വിദ്വേഷത്തിന് വളരെ കാരണമായിട്ടുണ്ട്. അതുപോലെ തെയ്യം പോലെയുള്ള കലകൾക്ക് ഈ ക്ഷേത്രത്തിനകത്ത് ശക്തയ പൂജയൊക്കെ ഉള്ള ക്ഷേത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ തെയ്യം കലകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രമാണ്, അവിടെ വിലക്കുണ്ട്. പക്ഷെ ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ തെയ്യം ഒരു കലാരൂപം പോലെ കെട്ടിയാടിയിട്ട് ഭക്തജന വിദ്വേഷത്തിനും വിരോധത്തിനും ഒക്കെ കാരണമാകുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരന്തരമായി ഒന്നിലധികം പല തവണകളിലായിട്ട് നിരവധി തരത്തിലുള്ള ഈ ആചാര ലംഘനങ്ങൾ അല്ലെങ്കിൽ ഭക്തജന വിരോധത്തിന് കാരണമാകുന്ന സംഭവങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയായി ഭക്തജനങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഇത് ദേവസ്വം ട്രസ്റ്റിക്കും ദേവസ്വം ബോർഡിനും ഒക്കെ ഇതിനെ സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതൊരു തീർപ്പാക്കാൻ വേണ്ടി ദേവസ്വം ട്രസ്റ്റിനോ ബോർഡിനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന 9-ാം തീയതി നാമജപ ഘോഷയാത്ര, അതായത് ഭഗവാന്റെ പേര് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദേവസ്വം ട്രസ്റ്റിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ നടപടികൾക്കെതിരെ ഭഗവാന്റെ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് അവിടെ ഭക്തജന കൂട്ടായ്മ ഒരുക്കാൻ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ടേക്ക് പോകും എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ നവീകരണത്തിനോ അല്ലെങ്കിൽ നവോത്ഥാനത്തിനോ ഈ ഹൈന്ദവ ദർശനത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതികൾക്കോ ഒന്നും പ്രാധാന്യം നൽകാതെ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും പദ്ധതികൾക്കായി ക്ഷേത്ര വളപ്പുകൾ ഉപയോഗിക്കുക, പഞ്ചായത്തിന്റെ പദ്ധതികൾക്കായി കൊണ്ടുവന്നിട്ടുള്ള സാധന സാമഗ്രികൾ ഇപ്പോഴും ക്ഷേത്രത്തിനകത്ത് തന്നെ അവിടെ കെട്ടി
കെട്ടിയിടുക, അത് മാറ്റാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക, ഈ സാംസ്കാരിക പരിപാടികൾക്ക് ഇടം നൽകാതിരിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളാണ് ക്ഷേത്രത്തിനകത്ത് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും തന്നെയാണ്. പ്രസിദ്ധമായ കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനുമെതിരെ ഈ മാസം 9-ന് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കും. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് ഭക്തജനങ്ങളുടെ പരാതി. ഗോകുലാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി.